ഡൽഹിയിൽ ആർ അച്യുതനുണ്ട്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തീരുമാനം വന്നിരുന്നു, കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ഞായറാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ ആ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രിമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. സംസ്ഥാനങ്ങളിലെ ആവശ്യങ്ങൾ അറിയാനും ഓരോ സംസ്ഥാനങ്ങളിലും എന്തൊക്കെയാണ് ധനമന്ത്രിമാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെന്നൊക്കെ അറിയാനുമുള്ള ഒരു യോഗമാണ്. വൈകിട്ട് 3 മണിക്ക് നോർത്ത് ബ്ലോക്കിൽ വെച്ചാണ് ഈ യോഗമെന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ഈ പശ്ചിമ ബംഗാളിൽ ഇഡിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണല്ലോ ഐപാക്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പൊതുവെ ഇന്നിപ്പോൾ വാർത്താപരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുക. അതിലൊന്ന്, ഈ പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 28 ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 1 ബജറ്റ് അവതരണം. ഇതുമായി ബന്ധപ്പെട്ട ഈ ബജറ്റ് അവതരണം, കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ, ഒരു ചർച്ച ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രിമാരുമായി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തുന്നത്. ഇന്ന് 3 മണിക്കാണ് ഈ യോഗം ചേരുക. പ്രധാനമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ എന്താണ്, അവരുടെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നിർമ്മല സീതാരാമൻ തേടുക. അതിനുശേഷം സംസ്ഥാനങ്ങൾ അവരുടേതായ എന്തൊക്കെ ആവശ്യങ്ങൾ, അവരെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്ന കാര്യം കൂടി നിർമ്മല സീതാരാമനെ അറിയിക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഉറപ്പായും കേരളം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന നിരവധി പദ്ധതികളുണ്ട്. എയിംസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾക്കായി കേരളം ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഇനിയുള്ള തീരുമാനങ്ങൾ, ഇത്തവണ കേന്ദ്ര ബജറ്റ് അവതരണത്തിലേക്ക് വരുമ്പോൾ കേരളത്തെ എത്രമാത്രം പരിഗണിക്കും എന്നതും ഏറെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ വലിയ ആക്ഷേപങ്ങൾ കേന്ദ്രത്തിന് എതിരെ ഉയർന്നിരുന്നു. പൊതുവെ ബീഹാറിനെയും അതുപോലെ ആന്ധ്രാപ്രദേശിനെയുമാണ് കൂടുതലായി പരിഗണിച്ചത് എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തി. അപ്പോൾ ഈ ബജറ്റിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങളെ തുല്യമായി പരിഗണിക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ കൂടുതൽ കൂറ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് 3 മണിക്ക് ധനകാര്യ മന്ത്രാലയത്തിൽ നടക്കുക. മറ്റൊന്ന്, കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിലെ ഇഡിയുടെ റെയ്ഡ്, അത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് TMCയും ഇഡിയും തമ്മിലൊരു നേർക്കുനേർത്തുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിലിപ്പോൾ ഐപാക് എന്ന് പറയുന്ന സ്ഥാപനം ഇന്നലെ ഒരു പ്രസ്താവന, വിശദീകരണം നടത്തുകയുണ്ടായി. അവരെ സംബന്ധിച്ച് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. സത്യസന്ധമായാണ് അവർ പ്രവർത്തിക്കുന്നത്. BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികൾക്കും ഇത്തരത്തിൽ രാഷ്ട്രീയ ഉപദേശം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറുള്ളവരല്ല എന്ന് ഐപാക് വിശദീകരണം നടത്തി. എന്തായാലും അവരവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്നലെ മാറിയിരുന്നു. മറ്റൊന്ന്, അതിലുടലെടുത്ത രാഷ്ട്രീയ വാക്പോരുകളാണ്. TMC BJP തമ്മിലുള്ള വാക്പോരാണ്. TMC പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നയിക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് EDയുടെ പരിശോധന എന്നാണ്. ഇനിയും വരും ദിവസങ്ങളിലും രാജ്യ തലസ്ഥാനത്തും അതുപോലെ ബംഗാളിലും തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു. BJP പറയുന്നത് അഴിമതി പുറത്തു വരുമെന്ന ഘട്ടമായപ്പോഴാണ് TMC ED അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത് എന്നത് ഉൾപ്പെടെയാണ്. എന്തായാലും ED പരിശോധനയുമായി ബന്ധപ്പെട്ട് EDയും കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 14-നാണ് ആ ഹർജി പരിഗണിക്കുക. ഇന്നലെ അത് പരിഗണിച്ചില്ല. എന്തായാലും 14 പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ നിയമ പോരാട്ടവും മറു സൈഡിൽ രാഷ്ട്രീയ പോരും ഈ വിഷയത്തെ ചൊല്ലി കനക്കുകയാണ്. ക്രിസ്റ്റിന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.